ഗുണ്ടൽപേട്ടയിലെ ഗ്രാമങ്ങളിലൂടെ അർദ്ധരാത്രിയിൽ സഞ്ചരിച്ചപ്പോൾ പതിഞ്ഞ ദൃശ്യമാണ്. ഒരു പന്നിയുടെ ശരീരത്തു നിന്നും വ്രണം ചെത്തിമാറ്റി മാംസം വിൽപ്പനയ്ക്കായി തയ്യാറാക്കുന്നു. വേറെയും നിരവധി കശാപ്പ് കേന്ദ്രങ്ങൾ കണ്ടതുകൊണ്ട് മാംസം എവിടേക്ക് കൊണ്ടുപോകുന്നുവെന്ന് അറിയാനായിരുന്നു ഞങ്ങളുടെ അടുത്ത ശ്രമം. വയനാട്ടിൽ 20 വിൽപ്പനശാലകൾ, എറണാകുളം വരെയുള്ള പ്രധാന പന്നി വിൽപ്പന കേന്ദ്രങ്ങളിലെല്ലാം ഈ മാംസം എത്തുന്നു. നെയ് കുറഞ്ഞ് ഗുണം കൂടിയതെന്ന ലേബലിൽ. പന്നി മാംസം കേരളത്തിലെത്തിക്കാനായി 100-ലധികം ഏജന്റുമാരാണ് ഈ ഗ്രാമങ്ങളിലുള്ളത്. ചത്ത പന്നിയെ കൃത്രിമ പുതുമയുണ്ടാക്കി വിപണിയിലെത്തിക്കാനും ഇവർക്കുണ്ട് പ്രത്യേക തന്ത്രങ്ങൾ. ചായം പൂശി മാംസത്തിന് ചോരയുടെ നിറമാക്കുകയാണ്. ചായത്തിൽ ഏതെല്ലാം വിഷമുണ്ടെന്ന് ഇവർ ശ്രദ്ധിക്കുന്നില്ല. ഇതൊന്നും അറിയാതെ മാംസം വാങ്ങിക്കഴിക്കുന്ന മലയാളിയും. മാംസം കേരളത്തിലെത്തിച്ചു വിൽക്കാൻ ഏറ്റവും അധികം ഇവരെ സഹായിക്കുന്നത് സംസ്ഥാനത്തെ സർക്കാർ ജീവനക്കാരാണെന്നായിരുന്നു ഒരു ഏജന്റിന്റെ വെളിപ്പെടുത്തൽ. വയനാട്ടിൽ വിൽപ്പനശാലകൾ നിലനിൽക്കാൻ പഞ്ചായത്തുകളിലെ ഉദ്യോഗസ്ഥർക്ക് പ്രത്യേക പടി നൽകുന്നു. പഞ്ചായത്ത് പ്രശ്നമൊന്നുമല്ല, പഞ്ചായത്തിൽ നമ്മളെ ഒരാളുണ്ട്, എന്തായാലും സോൾവ് ആക്കും. പുലർച്ചെയായപ്പോൾ കൂടുതൽ ഞെട്ടി. കണ്ടില്ലേ, ഇത്തരത്തിൽ വൃത്തിഹീനമായ അന്തരീക്ഷത്തിലാണ് കശാപ്പ് നടക്കുന്നത്. കൊല്ലുന്ന പന്നികൾ തെരുവിൽ അലഞ്ഞു തിരിയുന്നവ. പന്നിയുടെ ആരോഗ്യം പരിശോധിക്കാൻ ഡോക്ടർമാരില്ല. മനുഷ്യന് പടരുന്ന ഏതെങ്കിലും രോഗാണുക്കൾ വഹിക്കുന്നവരാണോ ഇവയെന്നറിയാൻ മാർഗങ്ങളില്ല. ഏത് രോഗമുണ്ടെങ്കിലും വരും ദിവസങ്ങളിൽ ഇവയെല്ലാം മലയാളിയുടെ ഊൺമേശയിലെത്തും. അതിർത്തി കടന്നെത്തുന്ന മാംസത്തിന്റെ ഗുണനിലവാരം പരിശോധിക്കാൻ ചെക്ക് പോസ്റ്റിൽ ഉള്ള സംവിധാനങ്ങൾ പോലും ഫലപ്രദമായി ഉപയോഗിക്കുന്നില്ല. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ ഉദ്യോഗസ്ഥരാണെങ്കിൽ പണം വാങ്ങി യഥേഷ്ടം വിൽപ്പന കേന്ദ്രങ്ങൾക്ക് അനുമതി നൽകുന്നു. ഇതിൻ്റെയൊക്കെ ദുരിതമനുഭവിക്കുന്നത് സാധാരണക്കാരായ ജനങ്ങളാണ്. അജീഷ് വെഞ്ഞാറമൂടിനൊപ്പം ജെയ്സൺ മണിയങ്ങാട്, ഏഷ്യാനെറ്റ്.